എന്തോ ഇത്? ഇഷ്ടായോ? ആ, എവിടുന്ന ഇത്? ചന്തേന്ന് വാങ്ങിച്ചതാ. ഇട്ട് നോക്കിയേ. ഇതെനിക്ക് ഷർട്ടോ അതോ നിനക്ക് ബ്ലൗസോ? ഷർട്ട് തന്നെ. വലിച്ചം കിട്ടാ മതി. ആ, നീ തന്നെ വലിച്ചം കിട്ടെ. നോട്ടെ. അവിടെ ഉള്ളത് ഏറ്റവും വലിയ വാങ്ങിച്ചതാ. വെറുതെ രൂപ അത്രയും പോയി. നീ വന്നേ. വേണ്ട, എന്നെ കെട്ടിപ്പിടിക്കാനില്ലേ? രൂപ കളഞ്ഞ ദേഷ്യത്തിൽ എന്നെ കെട്ടിപ്പിടിച്ച എന്റെ എള്ളൊക്കെ പിടിവോ. വെച്ചപ്പോ എന്താ മോളെ? മനസ്സിലായി. മോളിനി വെള്ളം കോരാനൊന്നും പോവണ്ട, അമ്മ കോരിക്കോളാം. എന്താ അമ്മേ? പെൺപിള്ളേരെ വയറ്റിലുള്ളപ്പോ സൂക്ഷിക്കണം. ആ വഴിയൊക്കെ കുന്നും കുഴിയായിട്ട് കിടക്കുക. കാലൊന്ന് തെറ്റിയാൽ. എന്താ പറയാ? സായിപ്പിന്റെ പന കയറ ഇപ്പൊ ആളില്ല. സായിപ്പ് പറഞ്ഞിരിക്കുന്നത് മുത്തനെ കൊണ്ട് പന കയറില്ല. സായിപ്പ് പറഞ്ഞിരിക്കുന്നത് ഉടനെ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യാലോ. അന്ന് ഞാൻ നിന്നെ രാജകുമാരിയാക്കാന്ന് പറഞ്ഞല്ലേ? അന്ന് എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെ കരിപ്പറ്റി ഉണ്ടാക്കണോ? അനുഭവിച്ചോ അനുഭവിച്ചോ. ശരി, നാളെ മുതൽ മുത്തൻ പനക എറിക്കോളൂ. ആണ്ടിൽ എനിക്ക് 100 രൂപ എന്നാ മതി. ബാക്കി ആദായം മുഴുവൻ മുത്തൻ എടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ മുത്തന് നല്ല ലാഭം കിട്ടും അല്ലേ? ഓ, നല്ല ലാഭം കിട്ടും. എന്നാ നാളെ മുതൽ കയറിക്കോ. ഓ ശരി. ആരുമില്ലേ? ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആലോചിച്ചോ? എനിക്കിഷ്ടമാണ്, ഞാൻ വരാം. നിനക്ക് അവിടെ പോയാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 35 രൂപ ശമ്പളം, 3 നേരം ഒന്നാന്തരം ഭക്ഷണം, പിന്നെ ഓണത്തിന് പുതിയ ഡ്രസ്സും. എപ്പോഴാ പോണ്ട്? വൈകുന്നേരം 4:30 മണിക്കൊരു വണ്ടിയുണ്ട്. ഒരു 4 മണിയോട് കൂടി ബസ് സ്റ്റാൻഡിൽ വന്നാൽ മതി. ഞാൻ അവിടെ വരാം. ശരി. കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് പട്ടണം കാണണമെന്നായിരുന്നു എന്റെ സ്വപ്നം. ഇപ്പോ ദാരിദ്ര്യം നിന്നെ വലിച്ചു വെച്ച് പട്ടണം കാണിക്കുകയാണല്ലേ? ഞാൻ പോട്ടെ. ഞാൻ പോട്ടെ. പോകണമെന്ന് പറഞ്ഞാലും പോകണ്ടെന്ന് പറഞ്ഞാലും ഞാനൊരു തുണയില്ലാത്തവനാണെന്ന് നിനക്ക് തോന്നും. എന്താണ് ഇങ്ങനെ പറയുന്നത്? ഒന്നുകിൽ നിന്നെ കല്യാണം കഴിച്ച് വയസ്സായ അപ്പന്റെ പട്ടിണി ഒന്നുകൂടി കൂട്ടാം,
ഇല്ലെങ്കിൽ നിന്റെ ശമ്പളവും വാങ്ങി ഇനിയും ജോലിക്ക് വേണ്ടി തണ്ടാം. ഇത് രണ്ട് ചെയ്യുന്നു ആണത്തമല്ല, പക്ഷേ ഞാൻ ചെയ്യുന്നതാണ്. പിരിയാൻ നേരത്തും നിങ്ങൾക്ക് എങ്ങനെയോ പറയാൻ കഴിയും? ഇല്ല തങ്കമ്മേ, ഞാൻ നിന്നെ കരയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് എന്നോട് മാത്രമേ ദേഷ്യമുള്ളൂ. സത്യം പറയാം, ഞാൻ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടി മാത്രമാണ്. മതി, എനിക്കത് മാത്രം കേട്ടാ മതി. രൂപയുണ്ടെങ്കിൽ ഒരു 5 രൂപ തരൂ. എന്തിനാ പുതിയ ഷർട്ട് വാങ്ങിക്കാന്? തങ്കമ്മ പട്ടണത്തിൽ എവിടെ വീട്ടുവേലയ്ക്ക് പോവുക. പാവത്തിന്റെ കയ്യിൽ ഒന്നും കാണില്ല. ഇത് കൊടുക്കാം. ഇതാ, ഇത് കയ്യിൽ വെച്ചു. എന്റെ കയ്യിൽ തരാൻ ഇത്രയേ ഉള്ളൂ. കരയാതെ. ഞാൻ പോട്ടെ. ഇനി എന്താണ് വരുന്നത്? എന്തായാലും ഞാൻ മുടിപ്പുര ഉത്സവത്തിന് വരും. ഇവിടെ വരൂ. എന്തിനാ മതില് ചാടിയത്? ഒരുപാട് നീളത്തിൽ മതില് എളുപ്പം വരാൻ. മേലിൽ ഇങ്ങനെ ചാടരുത്. ഓ, വയ്ക്കൂ. എങ്ങോട്ടാണ്? എങ്ങോട്ടാണ്? ഇതെന്താണത്? എന്റെ കത്തി! നിന്റെ ഒരു അമ്പട്ടപ്പൻ. ഈ നഖത്തിന്റെ വടക്ക് പടിഞ്ഞാറ്. ഇതൊരു തുള്ളിയല്ലേ ഉള്ളൂ. മതിയല്ലോ, ഒരു തുള്ളിയാണ് പല തുള്ളിയാകുന്നത്. പല തുള്ളി പിന്നെ പെരുതുള്ളി ആവേ. എന്റെ പൊന്നു മുത്തായി വിറകൊന്ന് കീർത്തായേ, വേണമെങ്കിൽ 2 രൂപ തരാം. അയ്യോ എന്റെ കാലേ. എന്താ വിറക് കീറുന്നോ? നല്ല കൂലി തരാം. എന്നാൽ ഇന്ന് തന്നെ തുടങ്ങിക്കോ.
ചെലയോ, ഇന്ന് വൈകുന്നേരം എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അന്തിപ്പന്നെ പകുതി നീ ഒന്ന് കയറി തരണം. പകുതി സുന്ദരം കയറി തരാൻ പറയുന്നുണ്ട്. എന്താണ് നിനക്ക് ജോലി? സായിപ്പിന്റെ വീട്ടിൽ കുറെ വിരുന്നുകാരുണ്ട്. പട്ടണത്തിൽ പോയി കുറെ സാധനങ്ങൾ വാങ്ങണം. പിന്നെ കുറച്ച് വീട്ടു ജോലിയും. പന കയറാൻ പോയാൽ നീ ഇപ്പോ വീട്ടു ജോലിക്കാരനായോ? വീട്ടിൽ ഭയങ്കര ചെലവാ ചെലയ്യ. കിട്ടുന്ന ഒന്നിനും തികയുന്നില്ല. ഓ, നിനക്ക് കമലത്തിന്റെ വീട്ടിൽ സഹായിക്കണമല്ലോ. ഞാൻ പറഞ്ഞത് നിനക്ക് പ്രയാസമായി. ഒന്നുമില്ല. നീ നല്ലവനാടാ മുത്ത. അതുകൊണ്ടാണ് നിനക്ക് അവരെ സഹായിക്കാൻ തോന്നിയത്. മണവാളനെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ, ഒരുപാട് ജോലി. എടി പാലമ്മേ, തറയെ നോക്കി നടക്ക്, ഇല്ലെങ്കിൽ മുള്ളുള്ളൂ. നോണം കെട്ടവള്, ഒരു കൊഞ്ചലി കണ്ടില്ലേ? ഒന്നും ചുമ്മാ ഇരിക്കണേ. അവൾ ഇവന്റെ ചന്തം കണ്ടോ നോക്കിപ്പോയി. നീ അങ്ങ് ക്ഷമിച്ചുകളാ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. കമലം വയറ് നിറഞ്ഞാണ് ഇരിക്കുന്നത്. കെട്ടിയൻ മര്യാദയ്ക്ക് നടക്കണം, അല്ലെങ്കിൽ കമലത്തിന് അതിന്റെ കൊച്ചിനുമാണ് കേട്. ആ, അതൊക്കെ അവന്റെ അമ്മ പറഞ്ഞു കൊടുത്തു കാണും. അമ്മയൊന്നും പറഞ്ഞു തന്നില്ലല്ലോ. എന്താ എന്താ? എടാ മരത്തലയാ, ഈ സമയത്ത് നീ മറ്റു പെണ്ണുങ്ങളെ തുടരുത്. മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത്. എങ്കിൽ അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനുമായിരിക്കും. ഓഹോ, നീ ഒരു കൊതിയനായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സത്യമായിട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. അത് മതി. സാർ എന്താടാ? പാലയിൽ ടൗണിൽ പോകുന്നുണ്ട്. സാറിന് വല്ല ബിസ്കിയോ ബ്രാൻഡിയോ വേണമെങ്കിൽ അവന്റെ കാശ് കൊടുത്തിട്ടാണ്. പറഞ്ഞത് നന്നായി. ഇതാ 2 വിസ്കി. ഓ, സാറിന്റെ ഫുൾ കോഴി അങ്ങനെ നിർത്തിപ്പൊരിച്ച് ഞാൻ നാളെ കൊണ്ടുതരാം. ആ ആട്ടെ, പുഷ്പാലയം വൈകിട്ട് ഇങ്ങോട്ട് വരണം. ഒരു കാര്യമുണ്ട്. ഓ, ആറ് 7 8 9 10 11 12 13 14 ശരി ശരി. മുതലാളി, വലിയ കരിപ്പെട്ടിക്ക് എന്താ വില? 2 രൂപ. ഈ പാലയും കൊണ്ട് കരിപ്പെട്ടിക്ക് എത്ര കൊടുക്കും? സമയം അനുസരിച്ച് അല്പം വ്യത്യാസം വരും. എങ്കിലും 1.25 കുറയാതെ കൊടുക്കും. ഓഹോ, 1.25 രൂപ കൊടുക്കുമല്ലേ? എന്താ മുത്ത? കരിപ്പെട്ടിയുടെ വില ചോദിക്കായിരുന്നു. പട്ടണല്ലേ, അവിടത്തേക്കാൾ അല്പം വില കൂടുതൽ കാണും. അല്പൊന്നുമല്ല, ഇരട്ടിയിലധികം വ്യത്യാസമുണ്ട്. അവിടുന്ന് വാങ്ങിച്ചവർക്ക് ഇവിടെ വെക്കാനൊക്കില്ലല്ലോ. ജീപ്പിന്റെ ചെലവ്, പെട്രോൾ, ഓയിൽ, ടയറിന്റെ തേമാനം, അത് ഇത് അങ്ങനെ എന്തൊക്കെ. മുത്ത, നീ ഇനി ഇത് അവിടെ ചെന്ന് പറഞ്ഞ് ബഹളം ഒന്നും ഉണ്ടാക്കരുത്. നിനക്ക് വേണം ഞാൻ സാഹിബിനോട് പറഞ്ഞിട്ട് കുറച്ച് കാശ് വാങ്ങിച്ചു തരാം. എന്തൊരു സാധനാണിത്. ഹലോ, കമ്മിങ്. Hi, so he comes soon. ഞാൻ Oh, hello. ഹലോ 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 Hi. ഹലോ. ഇത് എന്താ ചെയ്യണത്? കോഴി. റബ്ബർ സ്റ്റേഷനിലുണ്ടോ ഏത്? ഒന്നും കൂടി കടിച്ചു നോക്കണം. അയ്യോ
ഞാൻ വിചാരിച്ചു കോഴിക്കാരാണ് കോഴിക്കാരാണ് I always എവനെന്തേ പറയുന്നേ പിടിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ വരും. bloody bloody bucket. Thank you. You bloody. Yes. പാട്ടും ഡാൻസും തുടങ്ങി. മുത്ത നിനക്ക് ഡാൻസ് കാണണ്ടേ? നിനക്കോ? എനിക്ക് ഡാൻസ് വേണ്ട ഓണത് ഞാൻ ഇപ്പോഴും ഡാൻസ് ചെയ്യാം എഴുന്നേക്കും മുത്ത പതുക്കെ മുത്ത മുത്ത സ്റ്റഡി സ്റ്റഡി പതുക്കെ എന്നെ പിടി മുത്ത വേഗം വാ അകത്തുണ്ടി കിടത്താം പതുക്കെ മറ്റു പെണ്ണുങ്ങളെ തുടരുത് മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത് എങ്കിൽ അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനുമായിരിക്കും എന്നാലും അവൻ സാഹിബിന്റെ ബെഡ്റൂമിൽ കയറി ചെന്ന് മദാമെ പിടിച്ചല്ലോ ഭയങ്കര ധൈര്യം തന്നെ ഞാൻ ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും നീ കഴിയാവേ സാഹിബേ മുത്തിന് വെറുതെ വിടരുത് ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ കാണാം എന്നിട്ട് എന്നെ കൂടെ കോടതി കയറ്റാനോ ശരിയാണ് കോടതി ചെന്ന എവിടെയൊക്കെ പിടിച്ച് എങ്ങനെയൊക്കെ പിടിച്ച് എത്ര നേരം പിടിച്ച് അപ്പൊ നിങ്ങൾ നിൽക്കുകയായിരുന്നു ഇരിക്കുകയായിരുന്നു കിടക്കുകയായിരുന്നു എന്നിങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങളാ അത് ശരിയാണല്ലോ നിങ്ങൾക്ക് ലജ്ജയില്ല മനുഷ്യ അവനെ തല്ലിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ അതെ കഴിയില്ലെങ്കിൽ പറ ഞാൻ ചെയ്യിക്കാം അത് നമുക്ക് നന്നായിട്ട് കേൾപ്പിക്കാം അവനാണെങ്കിൽ തല്ലും ചെയ്യും ഒരുപാട് തല്ല് വാങ്ങിച്ചിട്ടുണ്ട് അതിനൊന്നും ഒരു നാമില്ലാത്തവനാണ് ആ മുത്തനെ തല്ലി അവന്റെ കയ്യും കാലും പിടിച്ചേക്കണം ഇനിയും മുമ്പനെ കയറി ശരിയാണ് അവന്റെ വീട് നിരപ്പാക്കി കളയും